നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ചെർപ്പുളശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥികൾ. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തിയത്. 33 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പ്രകടനമായി എത്തിയാണ് 33 വാർഡുകളിലെയും ഇടതു സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു. നഗരസഭയിൽ 2 കൗണ്ടറുകളിലായാണ് പത്രിക സ്വീകരിച്ചത്. 1 മുതൽ 17 വാർഡുകളിലെ പത്രികകൾ ഒരു കൗണ്ടറിലും 18 മുതൽ 33 വരെ മറ്റൊരു കൗണ്ടറിലുമാണ് സ്വീകരിക്കുന്നത്. 21 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസരം. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പത്രികകൾ സ്വീകരിക്കും. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചും നിർവഹിക്കുമെന്ന് ദൃഢപ്പെടുത്തുന്നു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വരണാധികാരികൾ പുറപ്പെടുവിക്കുന്ന തിരഞ്ഞെടുപ്പ് നടപടിക്രമവും ഇന്ന് പ്രസിദ്ധീകരിക്കും. 22-നാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 24-ന് രാവിലെ 11 വരെ പിൻവലിക്കാം. രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നവും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയും 24-ന് നിലവിൽ വരും. ഡിസംബർ 9-ന് വോട്ടെടുപ്പും 13-ന് വോട്ടെണ്ണലും നടക്കും. CCN ചെർപ്പുളശ്ശേരി.